സോ ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു ലമ്മ വ്ളോഗ്. സോ ഇന്ന് ഞാൻ പാറുവിന്റെ വീട്ടിൽ ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. കൊച്ചൊക്കെ ഇവിടെ ഉണ്ട്. ഫസ്റ്റ് പണി എനിക്ക് വന്നപ്പോൾ തന്നെ വന്ന് കയറിയുള്ളൂ. വന്നപ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞു തേങ്ങ പൊതിക്കാൻ. യെസ് യെസ് പാറു, ഇന്നിപ്പോൾ എത്ര തീയതി? 17 ആണ്. ഇന്ന് 17. നാളെയാണ് ഇവളുടെ സംഗീത പരിപാടി. പിന്നെ ഒരു പരിപാടി അറിയത്തില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 20-ാം തീയതി കല്യാണം. പറ എല്ലാം എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? പെട്ടെന്ന് സ്പീഡായിട്ട് പറയണേ. എല്ലാവരുടെ അനുഗ്രഹം പറ, പ്രാർത്ഥനയും ഉണ്ടായിരിക്കണം. ഓക്കെ ഓക്കെ. സോ ഗൈസ്, നമുക്കിവിടെ പയ്യന്മാർ എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ എത്തിയിരിക്കുന്നത് എന്തിനാണ്? പെട്ടെന്ന് പറ. ഒരു എല്ലാ സ്പീഡപ്പാ, പെട്ടെന്ന് പറഞ്ഞോ. എന്തോ പറയണ്ട, നീ ഒന്നും പറയണ്ട. പറയണ്ടോ? ഞാൻ ഗൈസ് അച്ഛനെ വന്നപ്പോഴേ തേങ്ങ പൊതി കഴിച്ചു. എന്താണ് അച്ഛൻ ഓടുന്നുണ്ട്? ഒരു പണി ചെയ്യാതെ പോകുന്നു. സോ നമുക്ക് ഇനി തേങ്ങ പൊതിക്കാൻ പോയി ഗൈസ്. നീ എഴുന്നോ തേങ്ങ ഒതിക്കാൻ? അവിടെ വാങ്ങി നോക്കാൻ നിൽക്കുക. പോട്ടെ, ഞാൻ പോട്ടെ ഗൈസ്. എന്താ പാര വന്നു ഗൈസ്. പാര വന്നിട്ട് പോയി തേങ്ങ ഒതിക്കട്ടെ. ലെറ്റ്സ് ഗോ. അവിടെ ആൾക്കാർ പൊതിയുന്നുണ്ട് ഗൈസ്. ഞാനിപ്പോൾ പോയി പൊതിയട്ടെ. ബൈ. ഹലോ ഗൈസ്, തേങ്ങ പൊതിക്കുന്നു. എല്ലാ സ്പീഡാണ്, നമ്മൾ ലാഗാണ്. ഫുള്ള് സ്പീഡായിട്ട് ഇറങ്ങണം. മനസ്സിലായില്ല? അതല്ല നമ്മളിപ്പം പറഞ്ഞേക്കെ. സോ ഗൈസ്, തേങ്ങ പൊതിച്ചോണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ നമ്മുടെ പച്ചക്കറിയൊക്കെ വിടുന്നുണ്ട്. പച്ചക്കറിയൊക്കെ ഈ റൂമിൽ കയറ്റാൻ വേണ്ടി പ്ലാനാണ്. മമ്മി സോ ഈ മെസ്സി ആയിട്ടുള്ള പ്ലേസ് ആണ് ഗൈസ്. നമ്മൾ മലക്കര അപ്പോൾ ഇതെല്ലാം ഒതുക്കണം. സോ മമ്മി പറയാം എങ്ങനെ ചെയ്ത് പറയാണ്. ഓക്കെ, ശരിയാ. ഞാനിവിടെ കൂടെ ഇവിടെ എല്ലാം ക്ലീൻ ആക്കാൻ പോവാണ്. ഇവിടെ നമ്മൾ ക്ലീൻ ആക്കുന്നത്. നമ്മളിവിടെ ക്ലീൻ ആക്കുന്നത് പച്ചക്കറി എല്ലാം ഇപ്പോൾ വരും. പച്ചക്കറി എല്ലാം അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് ഫുള്ളി സ്പീഡ്. നമ്മൾ ഫുള്ളി ലാഗ് ആവില്ല കേട്ടോ, എല്ലാ സ്പീഡിൽ പറയും. സോ ടൈമിലൊക്കെ ചെയ്യട്ടെ. ഇപ്പൊ തന്നെ വിയർത്ത് ഒരു പണി എടുക്കാതെ വിയർത്ത്. ഇപ്പൊ പണി എടുത്തു കഴിഞ്ഞാൽ ഞാൻ തേങ്ങ പുതുക്കുമായിരുന്നു കേട്ടോ. ഇവിടെ എല്ലാം ക്ലിയർ ആക്കട്ടെ ഗൈസ്. ഇവിടെ എല്ലാം ക്ലിയർ ആക്കട്ടെ. ഓക്കെ, പിന്നെ കാണാം. സോ ഗൈസ്, ഇവിടെ പച്ചക്കറി വന്നിട്ടുണ്ട് നാളത്തേക്കുള്ളൊക്കെ. കേട്ടോ, അതൊക്കെ ഒന്നെടുത്ത് വീഡിയോ എടുക്കട്ടെ. ഓക്കെ, സോ ഇതൊക്കെ ഒന്ന് പറക്കി വെക്കട്ടെ. അപ്പോൾ കാണാം. നമ്മുടെ ആരാമ പച്ചക്കറി എടുത്ത് വെക്കുക. പൊക്കിയിട്. ദൂരെ നിർത്താ, നീ എന്റെ വാങ്ങി നിൽക്കാം. നമ്മുടെ ഇവിടെ നാളിന് വീഴുന്നതാ. നമ്മുടെ നച്ചു വന്നിരിക്കുന്നു. നച്ചു പിടിച്ചോണം. ഈ സാധനം കൂടെ ഇതാണ് നമ്മുടെ മെയിൻ കാറ്ററിംഗ് മുതലാളി. സിനിമ എടുക്കാ. ഞാനത് ചാർജ് ചെയ്യുന്നുള്ളൂ. നമ്മുടെ കല്യാണം 50 GB എനിക്ക് ചോറ് കല്യാണം ഫുൾ എടുക്കാം. ഏറെക്കുറെ നമ്മൾ ആ റൂമിൽ നിറച്ച് ബാക്കിയെല്ലാം നമ്മൾ ഇതിനകത്താ ഇറക്കാൻ പോകുന്നു. ഇതാണ് റൂം. അതെ, നമ്മളും ഒരു പാതി ഇവിടെ നിറച്ച് ബാക്കിയെല്ലാം നമ്മൾ അതെ ഇവിടെ ഫില്ല് ചെയ്യും ഗൈസ്. അവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ അനമൽ. പിടിച്ചോ. അങ്ങനെ സവാള കൊണ്ടുവന്നിട്ട് അത്രേ ഉള്ളു ബ്രോ. സിമ്പിൾ അല്ലി വല്ലി. അടുത്തെടുക്കട്ടെ. ഇത് 2 അരോമൽ.
എന്നവർക്ക് ഞങ്ങൾ കൊണ്ട് വെച്ചോളാം. കിട്ടി കിട്ടി. കൺട്രോൾ വരുത്. ഇല്ലല്ലോ, അത് ഇച്ചിരി കിട്ടും. നാളെ നാളെ നീ വാങ്ങിച്ചു എങ്ങനെ നമ്മൾ ഈ വണ്ടി സെയിൽ ചെയ്താണ് ഗൈസ്. അത് യാത്രയാണ്. ഒരു വിഷമം അടി അല്ല, ഒന്ന് പോയി ഒന്ന് വരില്ല അച്ഛാ. അസറ്റ് പോകുന്നു ഗൈസ്. അച്ഛാ തിരിഞ്ഞു നോക്കില്ല ഏട്ടാ, പോകുന്ന നോക്കത്തില്ല. തന്നാ മറ്റേ നടക്കത്തില്ല. വണ്ടി പോയി. സോ ഗൈസ്, മലക്കരയൊക്കെ പറ, മലക്കരയൊക്കെ ചുമതല എന്താ ഒന്ന് പറയല്ലേ? സോ പോന്ന ഗൈസ്, ഒരു ഊളാ പനിയാണ് ഗൈസ്, പനിയാണ്. സോ മലക്കരയൊക്കെ ചുമന്ന് സെറ്റാക്കി. മല്യാണ പന്തൽ. യെസ്, പന്തലല്ല, ഇതാണ് നമ്മുടെ എന്നാ നാളത്തെ സംഗീതിൻ്റെയും ഒക്കെയുള്ള പന്തലും കാര്യങ്ങളൊക്കെ. പന്തലല്ല, ടെൻറ്റ്. പന്തലപ്പുറത്താ. അത് കാണിച്ചു തരാം പിന്നെ. അണഞ്ഞ് മീനാക്ഷി. സോറി, ബോധം പോയി. മീനാക്ഷി അവിടെ, കൃഷ്ണ. വയ്യ മീനാക്ഷി, ഡാൻസ് കളിക്കണ്ടേ? റെസ്പോൺസിബിൾ ആയിട്ടുള്ളവരായിട്ടുള്ള ഒരു ബന്ധത്തിന് എനിക്ക് താല്പര്യമില്ല. റെസ്പോൺസിബിൾ റെസ്പോൺസിബിൾ ഞാൻ കേട്ടില്ല. ഞാൻ കുറച്ച് ലേറ്റ് ആയി, അതാണ് വിളിക്കാനൊക്കെ പറയുന്നത്. എടി പനി മീനാക്ഷി എനിക്ക്. ആടാ ഒലിക്കുന്ന നമുക്കൊക്കെ പയ്യ അല്ല. പ്രാക്ടീസിംഗ് ആണ്. അപ്പൊ എങ്ങനെ ഹലോ ഗൈസ്, നമുക്ക് ഓഡിറ്റോറിയത്തിലോട്ട് പോകാനുള്ള വണ്ടിയാണ് വന്നിരിക്കുന്നത്. ലെമോറ അവിടെ പ്രാക്ടീസ് ചെയ്യുവാണ്. ഇതാണ് നമ്മുടെ വണ്ടി. മാമ 2 ഫോൺ അടിച്ചേ. നമ്മുടെ മാമൻ ഓണാക്കാൻ പോവുകയാണ്. സോ ഗൈസ്, നമ്മൾ നേരെ കല്യാണം ഓടിച്ചു, അതായത് ഇവളുടെ കല്യാണം വയ്ക്കും. ഇവളുടെ കല്യാണം നടക്കുന്ന ഓടിച്ചോർത്തി പോയി. എന്തിനാണ് പോകുന്നത് ഓടിച്ചോർത്തി? പറ, എന്തിനാണ് ഓടിച്ചോർത്തി പോന്നേ? പ്രാക്ടീസ് ചെയ്യാൻ. അതായത് നമ്മുടെ കല്യാണയുടെ പിള്ളേർ ബസ്സിൽ കല്യാണി വരുന്നതിന്റെ ഞാൻ മറന്നുപോയി. നമ്മൾ എന്തിനാ ഇപ്പൊ ഓടിച്ചോർത്തി പോന്നേ? പ്രാക്ടീസിനല്ലേ, ട്രയൽ നോക്കാൻ. ആരൊക്കെയാണല്ലേ നിങ്ങളുടെ സെക്ഷനില്? സോ ഇനി പിള്ളേരോട് വരാനുണ്ട്. വീട്ടിലാണ്. നീ എന്തിനാ വരുന്നേ? നിനക്ക് ഡാൻസ് ഉണ്ടോ? ഞാൻ ബ്ലോഗ് എടുക്കാൻ നമ്മുടെ കൊച്ചു വന്നു. അതെ, സംഗീത് എന്താകും എവിടെ? ഹായ്, നമ്മളെവിടാണ് പോകുന്നത്? എന്തിനാണ് പോകുന്നത്? എന്തിനാ ഓടിച്ചെറിയുന്നു? നാളെ പോയി പോരാ കല്യാണം. വണ്ടി എടുക്കാൻ പോവാണ്. പിള്ളേരുണ്ട് ഗൈസ്, പാട്ടിട്ടേക്കാണ്. പൊക്കോടിക്കാണ്. ഇപ്പൊ നമ്മളെ ഓടിച്ചോട്ടിട്ടാണ്. എത്ര കാണിക്കാം. സോ ഇതാണ് ഗൈസ് ഓഡിറ്റോറിയം. പിള്ളേരൊക്കെ എവിടെ പോകുന്നു? പിള്ളേരിറക്ക്. എണ്ണ നമ്മുടെ എടുക്കാടാ. എടുത്തു.
എടീ എണ്ണ നമ്മൾ ഓക്കെ മതിയാ. സോ ഇത്രയും പിള്ളേരുണ്ട് ഗൈസ് ഇവിടെ എല്ലാം. അവിടെ 25 പേരുണ്ട്. ഇവരല്ലേ ഇവല്ല കേട്ടോ. ഇത്രയും പിള്ളേരുണ്ട്. ഇവിടെ ഡാൻസ് ആണ്. എടീ ടെൻഷൻ ഉണ്ടോ എന്തെങ്കിലും? ടെൻഷൻ ഉണ്ടോന്ന് വെച്ചാൽ കല്യാണത്തിന് ടെൻഷൻ ഉണ്ട്. നീ ഏതാ കഴിക്കുന്നത്? അവളെ കഴിക്കുന്നത്? അതല്ല ഡാൻസിന്റെ പോയി കഴിഞ്ഞുള്ളൊരു വിഷമം. അത് ആ വിഷമം ഞങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതിന് എവിടെ പോകുന്നത്? രണ്ട് വളവഞ്ഞ വീടായി. സോ ഗൈസ് നമ്മൾ ആടിച്ചോടത്തിൽ എടുത്ത സെക്കൻഡ് ഫ്ലോറിലാണോ? ഓക്കെ സെക്കൻഡ് ഫ്ലോറിലാണ് ഗൈസ്. ഫസ്റ്റ് ഫ്ലോറോ? ആ ഫസ്റ്റ് ഫ്ലോർ സോറി. സോ ഇതാണ് നമ്മുടെ ആഡിറ്റോറിയം. നൈസ് അല്ലേ? നമ്മൾ കളിക്കാൻ പോവുകയാണ്. എവിടെ കളിക്കാൻ പോകുന്നത്? നമ്മൾ ഇവിടെയാണ് കളിക്കാൻ പോകുന്നത്. ഇവിടെ അല്ലേ? ഓക്കെ. സോ അവിടെ നിന്നായിരിക്കും എൻട്രി. അപ്പം നിങ്ങൾ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? ബ്രൈഡ് വരുമ്പോൾ ഉള്ള ബ്രൈഡ് വരുമ്പോഴും കളിക്കാം, അല്ലാതെയും കളിക്കാം, എല്ലാം കളിക്കാം. ഫുള്ള് സീനാണ് ഗൈസ് പിള്ളേർ. സോ നമ്മുടെ നാളത്തെ നമ്മുടെ കൊച്ചിൻ്റെ ഡാൻസ്. പക്ഷെ ഡാൻസ് നിന്റെ കല്യാണം ഡാൻസേ വായി വരുന്നുള്ളി. സോ ഇവിടെ ആയിരിക്കും ഗൈസ്. ഇവിടെ ആയിരിക്കും മണ്ഡപമൊക്കെ. സോ പിള്ളേരെ കളിക്കട്ടെ, പിന്നെ കാണാം. നമുക്ക് പ്രാക്ടീസിനൊക്കെ ഞാനിപ്പോൾ വീഡിയോ ക്ലിപ്പ് കാണിച്ചു തരാം കേട്ടോ. സോ ഗൈസ് നമ്മുടെ പിള്ളേരൊക്കെ നാട്ടിൽ ഇവിടെ നിൽപ്പുണ്ട്. അവർ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെ എൻട്രി ആയിരിക്കും. നമുക്ക് നോക്കാം. ടീച്ചറിന്റെ കളിപ്പുണ്ടാ? അവളുടെ കല്യാണോ? അതിന്റെ സ്വന്തം കല്യാണത്തിന് ടീച്ചർ തന്നെ പിള്ളേരെ പഠിപ്പിക്കുന്നു. പിന്നെ ആ ഒരു ഭാഗം എത്ര ഇങ്ങനെ കൺജസ്റ്റഡ് ആയിട്ട് നിൽക്കുന്നത് അവൾ പഠിപ്പിടും. ഫുള്ളായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇവരിങ്ങനെ ഇവിടുന്ന് കളിച്ചിട്ട് ഈ ലൈൻ നേരെ ഇങ്ങോട്ട് പോകും. ഈ ലൈൻ നേരെ ഇങ്ങോട്ട്. എടാ ലൈനായിട്ട് പോണ്ടേ? ഓടി പോവല്ലേ? നൈസ് അല്ല? എല്ലാ വേളയും ആലോചിച്ച് കല്യാണത്തിന് എല്ലാവരും നല്ല കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് കളിക്കുമ്പോൾ എന്ത് രസമായിരിക്കുന്നു. ഷീസ് സോ ലക്കി ഗൈസ്.
അത്ര കേസ് അതാണ് അവിടുത്തെ എൻ്റെ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ആനയിച്ചുകൊണ്ട് വരത്തില്ലേ ഇവിടെ ഇങ്ങനെ ഇതുവരെ കൊണ്ടുവരും. അപ്പോൾ അതിന് മുന്നേ ആയിരിക്കും ഇവിടെ ഡാൻസ്. അതിൻ്റെ ബാക്കി കുറച്ച് കഴിഞ്ഞിട്ടാണ് താലപ്പൊലിയൊക്കെ ആയിട്ട് നമ്മൾ വരുന്നത്. സോ നോക്കാം. ഓക്കെ നമ്മുടെ പിള്ളേരെല്ലാം പ്രാക്ടീസ് ചെയ്ത് തിരിച്ച് കയറിയിട്ടുണ്ട്. എന്തി നമ്മുടെ കൊച്ചു വന്നു. കിടിലൻ ഡാൻസ് ആരുടെടാ ഒരു രക്ഷയില്ല. നീ നിനക്കൊരു കളിക്കാത്ത കൂവാതിരി ഏത് യൂട്യൂബിലുള്ള ദൂരം പിടിച്ചാലും മതി, സൗണ്ട് ഇട്ടോളും. അത്ര അടുത്ത് പിടിക്കണ്ട. ഒന്നുകൂടെ നമ്മുടെ പാറ ചേച്ചിയുടെ കല്യാണമായിരുന്നു. നമ്മള് ബ്ലോഗല്ല, നമ്മള് കല്യാണം മാരേജിന്റെ ഡാൻസോ കളിക്കാൻ പോയാണ് ഓഡിറ്റോറിയത്തിൽ കളിക്കാൻ പോയി. നമ്മള് കളിച്ചെല്ലാം സെറ്റ് ചെയ്ത് എല്ലാരും വൈബാക്കാണ്. തിരിച്ച് വന്നോണ്ടിരിക്കുകയാണ്. പാറ ചേച്ചിയെ കുറിച്ച് പറയാനാണെങ്കിൽ നല്ലതാണ്, ഒത്തിരി പറയാനാണെങ്കിൽ ഒത്തിരി പറയാനുണ്ട്. ഞങ്ങളെ വിട്ടു പോകുന്നതിന് ഞങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ട്. എന്ന് ഞങ്ങൾ പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ട് ചിരിച്ചു വന്നോണ്ടിരിക്കുകയാണ്. നമ്മൾ അങ്ങോട്ട് പോയി എല്ലാം സെറ്റ് ആക്കി. ഇനി കല്യാണത്തിന് കളിച്ചാൽ മാത്രം മതി ഗായ്സ്. ഞങ്ങൾ വൈബ് ചെയ്യുകയാണ് ഗായ്സ്. ഞങ്ങൾ ഡാൻസ് കളിച്ച് പൊളിക്കുകയാണ് ഗായ്സ്. പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് പിള്ളേരൊക്കെ ഞാൻ ഇങ്ങനെ തളരൂന്ന്. ഇതൊക്കെ ഡാൻസ് പിള്ളേരല്ലേ കണ്ട അർമാദം. കളിച്ചോ എനിക്കാ. ഞാനൊക്കെ ആണെങ്കിൽ ഇവിടെ അറിഞ്ഞു നിന്നവനെ. കമാൻ കുണ്ടുമണി. കല്യാണത്തിന് പൊളിക്കും ഗായ്സ്. ഞങ്ങളുടെ ചേച്ചിയുടെ കല്യാണമാണ്. ഞങ്ങൾ പൊളിക്കും ചേച്ചി ഗായ്സ്. അപ്പോൾ നമുക്ക് കല്യാണത്തിന് എന്ന് കാണാം. ഞങ്ങൾ അടിച്ചു പൊളിക്കാൻ പോവുകയാണ്. ഗായ്സ് അപ്പോൾ നമുക്ക് അന്ന് കാണാം ഗായ്സ്. ടാറ്റാ. ഞങ്ങൾ പൊളിക്കാൻ പോവുകയാണ് ഗായ്സ്. ടാറ്റാ. സോ ഗൈസ് പ്രാക്ടീസ് സെക്ഷൻ കഴിഞ്ഞിട്ട് ആദ്യത്തോട്ട് നേരെ വീട്ടിലേക്ക് വീണ്. പിള്ളേർക്കാണ് ഫുൾ അർമാദം. മാറോ എങ്ങനെയുണ്ട്? നീ എവിടെ ഇരിക്കുന്നേ? വണ്ടി എന്തിനാ? ഇതാരാ കളിക്കുന്നില്ലേ? കുഴഞ്ഞ അല്ലേ? ഫുൾ അർമാദം. എല്ലാണ് എനർജി. ഭാഗ്യം കളിയാണ്. എല്ലാം കളിയാണ്. റോഡ് കളി ഇതാ. കൊച്ചിന്റെ സ്റ്റുഡൻസാ. അപ്പൊ അങ്ങനെ ആയിരിക്കും അല്ലേ?
ആണ്. അപ്പൊ ഇപ്പം ബസ്സിലുള്ള കാഴ്ചകള് ഇപ്പൊ കഴിയും. ബൈ പറ, ബൈ പറ. വീടത്തി കഴിച്ച് ഇറങ്ങട്ടെ. വണ്ടിയോ? ആ ഓക്കെ ഓക്കെ. ഒന്ന് അടുത്തില്ലേ? വീടെത്തി. ഇനി പണിയായിരിക്കും ഫുള്ള്, അറിയില്ല. എന്താ പറ? പറയാനായിട്ട് നല്ല വൈബായിരുന്നു. പോട്ടെ, അല്ലെങ്കിൽ ഇവിടുമാരെല്ലാം പറഞ്ഞോണ്ടിരിക്കും. വീടെത്തി ഗായ്സ്. അയ്യോ മെസ്സായിരുന്നു പിള്ളേർ. ഇതിന്റെ പന്തല്ലേ തോന്നുന്നു. എവിടെ? ശരിയല്ലേ? അടവ് ഓൾറെഡി കിട്ടിയായിരുന്നു. സോ ഇതാണ് നമ്മുടെ മണ്ഡപം. പക്ഷെ മണ്ഡപം നമ്മുടെ പന്തൽ. കളിക്കാരുടെ ചന്ത പിള്ളേര്. ഞങ്ങൾ ഇച്ചിരി ഡീസന്റ് ആയിപ്പോയി, അതുകൊണ്ടാണ് ഇത്ര ഇത് കാണിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ എന്നാ പാർട്ടി ഹാൾ. എന്താ പറയാ, അത് തന്നെ നമ്മളെ തലേന്നുണ്ടല്ലോ. എന്താടാ ബൊഫയാണോ? ബൊഫയാണോ? ഓക്കെ. സോ എത്ര പേർക്ക് അതൊന്നും അറിയില്ല. എന്തായാലും ഫുള്ള് നമ്മുടെ ബാക്ക് യാർഡ് ഫുള്ള് നമ്മൾ പന്തലിട്ടുണ്ട്. ഇവിടാണ് നമ്മുടെ എന്താ പറയുക, റിസപ്ഷനോ? എന്താ റിസപ്ഷൻ അല്ല, എന്താ പറയുന്നത് ഇവിടെ? എന്താ പറയുന്നത് നമ്മളിവിടെ ടീ പാർട്ടി അങ്ങനെയൊക്കെ പറഞ്ഞു. ഇവിടെ എന്താ പറയുന്നത് അറിയില്ല. സോ നമ്മൾ നൈറ്റ് പ്രാക്ടീസ്. മീനാക്ഷി അമ്മയില്ല സമയത്ത് ഈ മീനാക്ഷി ഇവിടെ പോയി നിൽക്കാം. നമ്മൾ നൈറ്റ് പ്രാക്ടീസ് ആണ്. സോ റെഡി ആവുന്ന ഒരു പിടിയില്ല. നാളെയാണ് പരിപാടി. സോ ബൈ. ഈ സാധനത്തിനെ എനിക്ക് ഇങ്ങോട്ടാ പോകുന്നത്. ഞാൻ നോക്കി പഠിയതിന്